ഇത് ട്രിവാൻഡ്രത്താണ്. നൈറ്റ് ടൈം എനിക്കൊന്ന് ഇപ്പം ടൈം 7 മണി ആവാറായി. ഹലോ ഹായ്, ഞാൻ ട്രിവാൻഡ്രത്താണിപ്പം. എൻ്റെ പുറകിലൊരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആ ബിൽഡിംഗ് ഒന്ന് കാണിച്ചു തരാം. 55 lakhs പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഒരു ക്ലബ് ഹൗസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്താണ്. എവിടെയൊക്കെ ഒരു റിസോർട്ട് ടച്ച് ഫീൽ ചെയ്യുന്നു. എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ്, നല്ല ഫിനിഷിങ്ങിലാണ് ഇത് അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് തീർത്തിരിക്കുന്നതും. ഇപ്പം ട്രിവാൻഡ്രത്തുള്ള ക്ലബ് ഹൗസിലെ ഏറ്റവും വലിപ്പമുള്ളൊരു ക്ലബ് ഹൗസ് ബിൽഡിംഗ് ആണിത്. ഇതൊരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേഷ്യസ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ ഗെയിംസ് കിഡ്സ് സോൺ ഏരിയ ആണിത്. എനിക്ക് ഹോബീസ് ഇഷ്ടപ്പെട്ടു. ഒരു തിയേറ്റർ എഫക്ട്, സൗണ്ട് ക്ലാരിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചേഞ്ചിങ് റൂംസ് ഉണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ചിങ് റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേതാണ് ലേഡീസ് ടോയ്ലറ്റ്, ഇത് ജെൻസിന് ടോയ്ലറ്റ്. നമ്മളൊരു നല്ലൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോകില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ഈ മൾട്ടിപർപ്പസ് ഹാളിൻ്റെ അടുത്തും സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസ് ടോയ്ലറ്റ്, ജെൻസിൻ്റെ. ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ കാണുന്ന ഈ ഗസ്റ്റ് ബെഡ്റൂംസ്, ഇവിടെ 2 സൈഡിലും ഗസ്റ്റ് ബെഡ്റൂംസ്. വാവ്, സൂപ്പർ. ഇൻഫിനിറ്റി പൂൾ, പക്ക ഇൻഫിനിറ്റി പൂൾ ആണ് കൊടുത്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ, ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ചിലതിൽ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ എന്ന് എഴുതിയാലും നമുക്ക് ആ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇതിൽ നന്നായിട്ട് കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലാണ് ആദ്യം കിട്ടുന്നത്. ഞാനിവിടെ ഇരിക്കുക. ശരിക്കും ഇതിൻ്റെ ഇനോഗ്രേഷൻ ഡേ ആണ്. കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ പൂളിൻ്റെ ഇവിടെ സമാധാനമായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് കണ്ട് പോയ ശേഷമാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത്. പൂള് യൂസ് ചെയ്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഇവിടെ ഒരു ഭയങ്കര ഒരു പ്രത്യേക രസമാണ്. ഇതിൽ ഞാൻ ഫ്ലാറ്റ് സെല്ല് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരു 55 lakhs കാറ്റഗറിയിലുള്ള അപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസ് കിട്ടുമ്പം
ശരിക്കും ആ ഒരു പ്രൈസ് കാറ്റഗറിക്ക് ഇത്ര ഫെസിലിറ്റി എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ. ഈ ക്ലബ് ഹൗസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ എലിവേഷൻ, ആ ക്ലബ് ഹൗസിൻ്റെ എലിവേഷൻ ഉണ്ടല്ലോ, അത് കണ്ടാൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഓരോരോ ഫ്ലോർ, ഇതിപ്പോൾ ഞാനിപ്പോൾ പൂളിൻ്റെ വ്യൂ ഉള്ള സൈഡിലാണ്, പൂളുണ്ട്, പിന്നെ ഒരു കുറച്ച് ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. കയറി വരുമ്പോൾ ഓരോരോ ഫ്ലോറിലും കാറ്റഗറി സെപ്പറേറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ വന്നാലും അവരൊരു ഫ്ലോറായിട്ട് മാറിക്കോളും. ശരിക്കും ഒരു 2 ഫ്ലോറിൽ ഫുൾ ഫെസിലിറ്റീസ് കൊടുക്കുമ്പം ഒരു ഓവർ ക്രൗഡ് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിലത് വരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിലൊരു അപ്പാർട്ട്മെൻറ്റ്, ഇനി വളരെ കുറച്ച് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് റെഡി ടു ഓക്യുപ്പൈ ആണ്, ഓക്യുപ്പൻസി കിട്ടിയ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. ഒരു അപ്പാർട്ട്മെൻറ്റില്ലേ, നമ്മൾ ഓൺഗോയിങ് സമയത്ത് വിൽക്കുമ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ പലതും പ്രോമിസ് ചെയ്യുന്നത്, ബിൽഡർ അതാ ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ. പക്ഷേ ഒരു ബിൽഡർ നമ്മൾ പ്രോമിസ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു പിടി മേളിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. അത് ശരിക്കും ഈ ക്ലബ് ഹൗസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേ. ക്ലബ് ഹൗസ് എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും നല്ലൊരു ക്ലബ് ഹൗസ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ നല്ലൊരു എലഗൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കിഡ്സ് സോൺ ഏരിയ ക്ലബ് ഹൗസിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു കിഡ്സ് പ്ലേ ഏരിയ വേണോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഒരു മിനി പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാവും. അതേപോലെ പേരൻസ് വരുവാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ക്ലബ് ഹൗസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എവിടേക്കോ ഒരു മിനി റിസോർട്ട്, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടമാതിരി ഏരിയ, ഔട്ട്സൈഡ് ഏരിയ നടക്കാനായിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫെസിലിറ്റീസ് കൊടുത്ത പ്രോജക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് താമസിക്കുന്നവർക്ക് പറ്റിയ ഒന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിലേക്കൊക്കെ പോകാൻ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. സിറ്റിയിൽ തമ്പാനൂരൊക്കെ നമുക്കൊരു 25 മിനിറ്റ്സ് ആ ഒരു ടൈം മതി, എത്താൻ പറ്റും. എന്നാൽ നമുക്ക് വീട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കര ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റിലാണെന്നൊരു ഫീല് എനിക്ക് ഭയങ്കര ഒരു നൈസ് ഫീലാണ് കേട്ടോ. ഇത് തീർന്നപ്പം ഇതിലെടുത്തേക്കുന്ന കസ്റ്റമേഴ്സും ഭയങ്കര ഒരു സന്തോഷം അവരുടെ മുഖത്ത് ഞാൻ കണ്ടു. ഈ ഒരു ക്ലബ് ഹൗസ് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ ക്ലബ് ഹൗസ് ഒക്കെ ഓക്കെ, ഇതെങ്ങനെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുകയെന്ന്. സോ ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പ്രോജക്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സാമ്പിൾ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. 1116 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. 3 ബെഡ്റൂംസ്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട്. ലിവിങ് ഡൈനിങ്ങിൽ ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ യൂസ് ചെയ്യുന്നവർ എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു വർക്ക് ഏരിയ ഉണ്ടോയെന്ന്. അതുകൊണ്ട് ഇൻറ്റീരിയർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഫ്ലാറ്റ് എടുത്തിട്ട്. കാർപ്പറ്റ് ഏരിയ റേഷ്യോ ഭയങ്കര കൂടുതലാണ്. സ്പേസ് യൂട്ടിലൈസേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരുൾപ്പെടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും
ഡബിൾ ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇന്ന്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പം ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഫീഡ്ബാക്കും എടുത്തു. അവരും പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണോ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് അതിനേക്കാളും ഭയങ്കര ഒരു കൂടിയ ഒരു ഫെസിലിറ്റീസാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത്. നൈറ്റ് ടൈം എനിക്കൊന്ന് ഇപ്പം ടൈം 7 മണി ആവാറായി. ക്ലബ് ഹൗസിൻ്റെ ഏറ്റവും മേളിൽ പൂൾ സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഇവിടെ വന്നതാണ്. പകൽ ഞാൻ ഷൂട്ട് ചെയ്ത വിഷ്വൽസിൽ ഒരു റിസോർട്ട് ഫീലൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്തു രാത്രിയിലും കൂടെ ഒന്ന് വന്ന് നോക്കാം എന്താണ് ആ ഒരു ഫീലെന്ന്. നല്ലൊരു ഏരിയ, വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് ഈ ഒരു ലൊക്കേഷനൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ഈ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.